ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കുറേ നാളുകളെത്തിയിട്ട് ഒരു ഫ്ലവറിൻ്റെ വീഡിയോ വീണ്ടും ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ കുറച്ചധികം നാളുകളായിട്ട് നമ്മൾ ഫ്ലവേഴ്സിൻ്റെ വീഡിയോ ഒക്കെ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. നമ്മളിതാ വീണ്ടും തുടങ്ങാൻ പോവുകയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇടയ്ക്കിതുപോലെ തോന്നുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആരും വിട്ട് കളയരുത് നമ്മുടെ വീഡിയോസ്. നമ്മൾ ഇപ്പോൾ ചെയ്യുന്നത് നേരത്തെ ചെയ്തൊരു ഫ്ലവറിൻ്റെ വീഡിയോ തന്നെയാണ് കേട്ടോ, ഒരു റോസിൻ്റെ വീഡിയോ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു വൈറ്റ് കളറിലെ റോസ് ഫ്ലവറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്ലവർ ചെയ്യാനായിട്ട് ഞാനിവിടെ വൈറ്റ് കളറിലെ ഫീനിക്സ് പേപ്പർ എടുത്തിട്ടുണ്ട്, ഗ്രീൻ കളറിലെ ഫീനിക്സ് പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൈറ്റ് കളറിലെ റോസാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മൾ ഫെവിക്കോൾ എടുത്തിട്ടുണ്ട്, പിന്നെ സിസർ എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഫ്ലോറൽ ടേപ്പ്, ഫ്ലോറൽ വയേഴ്സ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഫ്ലോറൽ വയർ ഞാൻ ഫ്ലവറിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളൊരു ഫ്ലവർ ബഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ തിന്നായിട്ടുള്ള ഫ്ലോറൽ വയറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലവർ ബഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, റോസ് ബഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ടിഷ്യൂ പേപ്പറിൻ്റെ പീസ് വേണം. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസും കൊണ്ടാണ് നമ്മൾ, പിന്നെ നമ്മുടെ സ്റ്റെം കൊടുക്കാനുള്ള ഒരു സ്റ്റിക്ക്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഫ്ലവർ ചെയ്യാനായിട്ട്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വായോ. അപ്പം നമ്മുടെ റോസ് ഫ്ലവർ ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ നീളത്തിലുള്ള ഒരു പേപ്പർ, ക്രേ പേപ്പർ, നമ്മുടെ ഫീനിക്സ് പേപ്പറാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല നീളത്തിലുള്ള പേപ്പറാണ് കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ടോപ്പിലൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തത് തന്നെയാണ് കേട്ടോ ഈ വീഡിയോ, ഈ ഫ്ലവറിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തത് തന്നെയാണ്. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളായിട്ട് ഞാൻ ഈ ഫ്ലവർ എനിക്കിവിടെ ഫ്ലവേഴ്സിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ചെയ്ത് വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ആർക്കെങ്കിലും ഉപകാരമാകുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടു. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഫ്ലവറാണ്. കൂടുതൽ ഇതിൽ കട്ടിങ്ങുകളൊന്നും വരുന്നില്ല, ജസ്റ്റ് ഫോൾഡ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു ഫ്ലവറാണ്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാനിത് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കുറച്ച് മാത്രം ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അറ്റം ഒന്ന് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. കണ്ടോ, ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്ത് ഒരു തമ്പ് ഇങ്ങോട്ട് പിടിച്ചിട്ട്, തമ്പനയിൽ ഒന്ന് ഇങ്ങോട്ട് പിടിച്ചിട്ട്, ഒരു തമ്പനയിൽ ഇപ്പുറത്തെ തമ്പനയിൽ നമ്മൾ ഇതുപോലെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഓപ്പോസിറ്റ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ റൈറ്റ് തമ്പനയിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് ഫോൾഡ് ചെയ്യുന്നു. ലെഫ്റ്റിലെ തമ്പനയിൽ ഇതുപോലെ പിടിച്ചിട്ട് ആ ഫോൾഡ് ചെയ്ത പോർഷനിൽ നമ്മൾ പിടിച്ചിട്ട് അതൊന്ന് ഓപ്പോസിറ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അത്രയേ ഉള്ളൂ കേട്ടോ. അതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് നമുക്ക് സ്പീഡിൽ ചെയ്ത് പോകാൻ പറ്റിയ ഒരു ഫ്ലവറാണ്. അപ്പം നമുക്ക് അറ്റം വരെ ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് പോവാം. നമ്മൾ ഫോൾഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതുപോലെയാട്ടോ കിട്ടുന്നത്. കണ്ടോ, നമ്മൾ നമ്മുടെ പേസ്ട്രീസൊക്കെ ഇത് ചെയ്യില്ലേ, ഫ്ലവർ ചെയ്യില്ലേ, അപ്പോൾ അതേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. കേക്കിലൊക്കെ പേസ്ട്രീസ് ഫ്ലവർ ചെയ്യുമ്പോഴത്തേക്കും റോസ് ഫ്ലവർ ചെയ്യുമ്പോൾ കിട്ടുന്ന പോലെയുണ്ടല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് അറ്റം വരെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഓക്കെ, കംപ്ലീറ്റ് നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിനെ ഇതുപോലെ ഒന്ന് ഇങ്ങനെ ചുരുട്ടി എടുക്കേണ്ടതേ ഉള്ളൂ.
ഒന്ന് റോൾ ചെയ്ത് ഇങ്ങനെ ഒന്ന് എടുക്കേണ്ടതേ ഉള്ളൂ കേട്ടോ. റോൾ ചെയ്ത് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു റോസ് ഫ്ലവറിൻ്റെ മോഡലിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മുടെ ഫ്ലവർ ഇതാ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ, കണ്ടോ. അതിനുശേഷം നമുക്കൊരു ത്രെഡ് കൊണ്ടിട്ട് ഇതൊന്ന് ചുറ്റി നല്ല ടൈറ്റ് ചെയ്ത് ഒന്ന് കെട്ടിക്കൊടുക്കാം. അപ്പം നമ്മളിതാ ഇതുപോലെ നന്നായിട്ട് കെട്ടിയിട്ടുണ്ട്. അതൊന്ന് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ ഫ്ലവർ ഒരു ചെറിയ ഫ്ലോറൽ വയർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ അറ്റമൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഗമ്മൊന്ന് ഈ അറ്റത്ത് ഫോൾഡ് ചെയ്ത ആ ഭാഗത്ത് ഗമ്മൊന്ന് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഈ ഫ്ലവറിൽ ഇതുപോലെ ഒരു ചെറിയ ഹോളിൽ നമുക്കിത് അതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം നമ്മളിതാ ഇതുപോലെ ചെറിയൊരു പീസ് നമ്മുടെ ഗ്രീൻ കളറിലെ ഫീനിക്സ് പേപ്പർ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനെ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയാട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ അറ്റത്ത് നമുക്കിതാ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഒന്ന് സ്ട്രെച്ച് ചെയ്തിട്ട് ബാക്കിലേക്ക് ഒന്നിതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഗമ്മൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫ്ലവറിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെയാട്ടോ നമുക്ക് നമ്മുടെ ഫ്ലവർ കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് താഴേക്ക് നമ്മുടെ ഫ്ലോറൽ ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു റോസ് ഫ്ലവർ ആട്ടോ. നമ്മളിതിൽ ലീഫൊന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് ഫ്ലവേഴ്സ് മാത്രമായിട്ടാണ് ചെയ്യുന്നത്. കണ്ടോ, നമ്മുടെ റോസ് ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഫ്ലവർ ബഡ് കൂടി ചെയ്ത് നോക്കാം. ഫ്ലവർ ബഡ് ചെയ്യാനായിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പർ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതാ ഒരു ഫ്ലോറൽ വയർ
തിന്നായിട്ടുള്ള ഒരു ഫ്ലോറൽ വയർ കൂടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിൽ നമ്മളിത് അതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നമുക്ക് ഗമ്മൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ടിഷ്യൂ പേപ്പർ ഒന്ന് അതിലേക്ക് വെച്ച് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഈ അറ്റത്തൊന്ന് നമുക്ക് ഒട്ടിച്ചു കൂടി കൊടുത്തേക്കാം. എന്നിട്ടൊരു ബഡിൻ്റെ ഷേപ്പിൽ നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഒരു ചെറിയ പീസ് വൈറ്റ് കളറിലെ ഫിനിക്സ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഗമ്മൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ. എന്നിട്ട് നമ്മുടെ ഫ്ലവർ ബഡിനെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒന്ന് നമുക്ക് പിരിച്ചുകൂടി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ടോപ്പിൽ ആ ഒരു പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ. ഒരു ചെറിയ പീസ് ഗ്രീൻ കളറിലെ ഫിനിക്സ് പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഫ്ലവറിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തില്ലേ, അതുപോലെ നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അറ്റത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ പിരിച്ചു കൂടി കൊടുക്കാം. എന്നിട്ടൊന്ന് ബാക്കിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഗമ്മിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫ്ലവർ ബഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ ഫ്ലോറൽ ടേപ്പ് ചുറ്റി കൊടുക്കാം. താഴെ ഒന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുത്തേക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഫ്ലവർ ബഡ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫ്ലവർ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ കുറച്ച് ഫ്ലവേഴ്സ് ഇതാ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ചെയ്തതല്ല കേട്ടോ, കുറച്ചധികം ദിവസങ്ങളായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതായിരുന്നു. പക്ഷേ ഫ്ലവർ ചെയ്യാനായിട്ട് എന്തോ ഒരു മടി കാരണം അങ്ങനെ ചെയ്യാതിരിക്കുകയായിരുന്നു കേട്ടോ. കുറേ നാളായിട്ട് ഇത് വെറുതെ ഫ്ലവേഴ്സിൽ ഇതുപോലെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഒരു ബഞ്ചായിട്ട് നമുക്ക് ഒരു ഫ്ലവറിൻ്റെ വീഡിയോ ചെയ്തങ്ങ് സെറ്റ് ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു ബഞ്ചായിട്ട് സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് നമ്മളിതാ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റിക്കിലേക്ക് നമുക്ക് ആദ്യം നമ്മുടെ ഫ്ലവർ ബഡ്സ് തന്നെ വെച്ച് കൊടുക്കാം. ഫ്ലവർ ബഡ്സ് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് ഫ്ലോറൽ ടേപ്പ് എടുത്തിട്ടുണ്ട്.
ചുറ്റി കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ യൂഷ്വലി ചെയ്യുന്നത് പോലെ ഓരോ ഫ്ലവേഴ്സ് വെച്ചിട്ട് നമുക്ക് ചുറ്റിയെടുക്കാം. പിന്നെ നമ്മുടെ കുറച്ച് പേര് നമ്മളോട് നമ്മുടെ പേപ്പർ, ക്രേ പേപ്പർ അല്ലെങ്കിൽ ഫീനിക്സ് പേപ്പർ എവിടുന്നാണ് കിട്ടുക എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് നമുക്ക് കമൻസ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പേപ്പർ കിട്ടുന്നത് എവിടെയെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുമില്ലെങ്കിൽ നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന്, നമ്മുടെ ക്രാഫ്റ്റ് ഐറ്റംസ് കിട്ടുന്ന ഷോപ്പിൽ നിന്ന് അവൈലബിൾ ആയിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ ലേഡീസ് സ്റ്റോഴ്സിൽ, ചില ലേഡീസ് സ്റ്റോഴ്സിൽ, എല്ലാ സ്റ്റോഴ്സിലും കാണത്തില്ല, ചില സ്റ്റോഴ്സിൽ നമുക്ക് നമ്മുടെ ക്രേ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ഫീനിക്സ് പേപ്പർ നമുക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് എന്നോട് ചോദിച്ചിരുന്നു എവിടെ നിന്നാണ് ഇത് മേടിക്കുന്നത്, കിട്ടുക എവിടെ നിന്നാണെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പം ഞാൻ സാധാരണ നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ഒരു ലേഡീസ് സ്റ്റോർ ഉണ്ട്, അവിടെ നിന്നാണ് മേടിക്കാറ്. അപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. ഒരു ബഞ്ചായിട്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉണ്ടോ എങ്ങനെയുണ്ട് നമ്മുടെ റോസ് ഫ്ലവർ? ഇവിടെ ഞാൻ ഒരു ലീഫൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നേരത്തെ ചെയ്തത് കാരണം ഒരു ലീഫൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ റോസ് ഫ്ലവറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ, സി യു.